തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു ഈ കോവിഡ് രാജ്യത്തും സംസ്ഥാനത്തും ഒക്കെ വലിയ ആശങ്കയായി നിലനിൽക്കുകയാണ്. പക്ഷെ നമ്മൾ കേരളത്തിലെ സാഹചര്യം എടുത്താൽ ഇത് കോവിഡ് വീണ്ടും പടർന്നു പിടിക്കുന്നു എന്ന ആശങ്കകൾക്കിടെ കേരളത്തിൽ പലതരം പനികൾ വ്യാപകമാകുന്നുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എലിപ്പനി, ഡെങ്കിപ്പനി, ചെള്ളുപനി, മസ്തിഷ്ക ജ്വരം തുടങ്ങിയവ ബാധിച്ച് 37 മരണങ്ങളാണ് കഴിഞ്ഞ മാസം മാത്രം ഉണ്ടായത്. 2 ലക്ഷത്തിലേറെ പേരാണ് പനിക്ക് ചികിത്സ തേടിയത്. 1435 പേർ കോവിഡിനും ചികിത്സയിലാണ്. നമുക്ക് കണക്കുകൾ വിശദമായി കണ്ടിട്ട് വരാം. കഴിഞ്ഞ മാസം അക്ഷരാർത്ഥത്തിൽ പനിക്കിടക്കയിലായിരുന്നു കേരളം. 2,17,229 പേർ കേരളത്തിലെ വിവിധ ആശുപത്രികളിലായി പനി ബാധിച്ച് ചികിത്സ തേടി. ഏപ്രിൽ മാസത്തിൽ ഇത് 1,82,272 ആയിരുന്നു. ഈ മാസവും സ്ഥിതി വ്യത്യസ്തമല്ല. വലിയ ഭീഷണിയാകുന്നത് എലിപ്പനിയാണ്. എലിപ്പനി ബാധിച്ച 211 പേർ മരിച്ചു. ഡെങ്കുവും മാരകമായി തുടരുകയാണ്. 1307 പേർക്ക് ഡെങ്കു സ്ഥിരീകരിച്ചു. 8 മരണങ്ങളുണ്ടായി. ചെള്ളുപനി 62 പേർക്ക് ബാധിച്ചു. അതിൽ 3 പേർ മരണപ്പെട്ടു. ഇതിനൊപ്പം തന്നെ 1015 ഹെപ്പറ്റൈറ്റിസ് എ കേസുകൾ റിപ്പോർട്ട് ചെയ്തതിൽ 10 പേർക്ക് ജീവൻ നഷ്ടമായി. 11 പേർക്ക് മസ്തിഷ്ക ജ്വരം ബാധിച്ചതിൽ 3 പേർ മരിച്ചു. ജലജന്യ രോഗങ്ങളും വ്യാപിക്കുകയാണ്. 227 ഇൻഫ്ലുവൻസ ബാധിതരിൽ ഒരാൾ മരിച്ചു. മെയ് മാസത്തിൽ 46,429 പേർക്ക് വയറിളക്കം ബാധിച്ചു. കോളറ ഭീതിയും ഒഴിയുന്നില്ല. ഇതിനൊക്കെ പുറമെയാണ് വീണ്ടും ആശങ്കയുണ്ടാക്കുന്ന കോവിഡ് വ്യാപനം. 1435 ആക്റ്റീവ് കേസുകൾ നിലവിലുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാൾ കോവിഡ് ബാധിച്ച് മരിച്ചു. ഈ വർഷം ജനുവരി മുതൽ ജൂൺ വരെ 8 കോവിഡ് മരണങ്ങളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത്. അല്ല, അത് കേരളത്തിൽ എപ്പോഴും കൂടുതൽ കാണുന്നത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടും ആ കണക്ക് കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നത് കൊണ്ടുമാണ്. അതിപ്പോൾ ഏറ്റവും ഒടുവിൽ തെളിഞ്ഞത് കോവിഡ് മരണം ഏറ്റവും കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള സംസ്ഥാനം കേരളമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞല്ലോ, റിപ്പോർട്ട് പുറത്തു വന്നല്ലോ. അന്ന് എത്രമാത്രം ആക്ഷേപങ്ങളാണ് കേരളത്തിനെതിരെ ചുരിഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ആഗോളതലത്തിൽ കോവിഡ് കേസുകളിൽ ഒരു വർധന കണ്ടപ്പോൾ കേരളത്തിൽ നമ്മൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ സ്റ്റേറ്റ് ലെവൽ RRT ഒക്കെ ചേർന്നു. നമ്മൾ പക്ഷെ വ്യാപകമായിട്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും പോസിറ്റീവ് കേസാണ് റിപ്പോർട്ട് ചെയ്യും. അത് നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും. അപ്പോൾ അതുകൊണ്ടാണ് മറ്റിടങ്ങളിലേക്കാളും കൂടുതൽ കേരളത്തിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു, കൃത്യമായിട്ട് കണക്ക് രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് ഒരാശങ്കയും വേണ്ട. മഴ ശക്തമാകുന്നതോടെ രോഗവ്യാപനം കൂടാനാണ് സാധ്യത. സാരംഗ് സുധാകരൻ, ന്യൂസ് 18, തിരുവനന്തപുരം. കൂടുതൽ വിവരങ്ങളുമായി VV അരുൺ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ, ഗുഡ് മോർണിംഗ്. ആശങ്കപ്പെടുത്തുന്ന കണക്കുകളാണ് നമുക്ക് മുന്നിലുള്ളത്. കോവിഡ് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനപ്പുറം മറ്റ് പനികൾ ഇത്തരത്തിൽ ആശങ്കാജനകമായി വർദ്ധിക്കുന്നു. മരണം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ എങ്ങനെയാണ് ആരോഗ്യ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഇതിനെതിരായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ? അത് വളരെ കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നുണ്ടോ ഇപ്പോൾ? ആര്യ, പകർച്ചപ്പനിയും മറ്റ് സാംക്രമിക രോഗങ്ങളും അക്ഷരാർത്ഥത്തിൽ പടർന്നു പിടിക്കുകയാണ് കേരളത്തിൽ. എല്ലാ കൊല്ലവും ഈ മഴക്കാലത്തോടനുബന്ധിച്ച് അങ്ങനെ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കണക്കുകൾ കുറച്ച് കൂടുതലാണ്. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, മഴക്കാലം ആ രീതിയിൽ തുടങ്ങിയിട്ടില്ല. മഴ വരാൻ പോകുന്നതേ ഉള്ളൂ. കാലവർഷം എത്തിക്കഴിഞ്ഞതേ ഉള്ളൂ. ശക്തമായ മഴ ഇനിയും വരും ദിവസങ്ങളിലും ആഴ്ചകളിലും ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഈ രോഗവ്യാപന തോത് കൂടും. അതാണ് ആശങ്കയുണ്ടാക്കുന്നത്. എലിപ്പനിയാണ് വലിയ അപകടകാരിയായി ഉള്ളത്. എലിപ്പനി ബാധിച്ച് ഏതാണ്ട് 11 പേർക്ക് കഴിഞ്ഞ മാസം മാത്രം ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ് ഏറ്റവും ദുഃഖകരമായ, ഏറ്റവും ശ്രദ്ധിക്കേണ്ട അവസ്ഥ. കാരണം ഈ ഏതാണ്ട് 10 ഒരാളെങ്കിലും മരിച്ചു എന്ന അവസ്ഥയിലേക്ക് എലിപ്പനി ആ രീതിയിൽ മാരകമാവുകയാണ്. ഡെങ്കുപ്പനിയും കുറവല്ല. മറ്റു പലതരം പനികളും ജലജന്യ രോഗങ്ങളും ഇതിനൊപ്പം തന്നെ കോളറ ഇതിനു മുമ്പത്തെ മാസം കോളറ റിപ്പോർട്ട് ചെയ്തിരുന്നു സംസ്ഥാനത്ത്. അങ്ങനെ വലിയ ആശങ്കയിലുണ്ടാകുന്ന ആരോഗ്യ സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത്. അതിന് പുറമെയാണ് കോവിഡിന്റെ വ്യാപനവും. കോവിഡ് ഇപ്പോൾ ആശങ്കപ്പെടാനില്ല, അല്ലെങ്കിൽ ഈ കോവിഡ് കണക്കുകൾ കൂടുന്നത് കൃത്യമായ പരിശോധന ഉള്ളത് കൊണ്ടാണ് എന്ന് സർക്കാർ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോഴും ഈ എണ്ണം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വലിയ രീതിയിൽ വർദ്ധിക്കുന്ന ഒരു ആശങ്ക തന്നെയാണ്. ഈ കോവിഡ് അത്ര മാരകമല്ലാത്ത ഒരു വകഭേദമായതുകൊണ്ട് തന്നെ ആ രീതിയിൽ ആശ്വാസമുണ്ട്. എങ്കിലും ഈ രോഗികൾക്കും ഗർഭിണികൾക്കും അതുപോലെ തന്നെ മാരകമായ രോഗമുള്ളവർക്കും ഒക്കെ ഈ കോവിഡ് വന്നാൽ അത് തീർച്ചയായിട്ടും അത് ഗുരുതരാവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും. 8 മരണങ്ങൾ ആ രീതിയിലാണ് ഈ വർഷം ഇതുവരെ സംസ്ഥാനത്തുണ്ടായിട്ടുള്ളത്. കോവിഡ് മരണകാരണമെന്ന് പറയാൻ കഴിയില്ല. പക്ഷെ അപ്പോഴും ഗുരുതര രോഗമുള്ളവർക്ക് കോവിഡ് വന്നാൽ അത് മരണത്തിലേക്ക് എത്തിക്കും. ആ ഒരു സാഹചര്യവും സംസ്ഥാനത്ത് നിൽക്കുന്നു. അത് ഏറ്റവും ശ്രദ്ധയോടുകൂടി ആരോഗ്യവകുപ്പ് മുന്നോട്ട് പോകേണ്ട കാലം തന്നെയാണിത്. ആ രീതിയിലുള്ള എല്ലാ ഒരുക്കങ്ങളും സർക്കാർ നടത്തിയിട്ടുണ്ട്, മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് സർക്കാരിന്റെ അവകാശവാദം. എങ്കിലും ശക്തമായ വലിയൊരു ആശങ്ക സംസ്ഥാനത്ത് ഈ പകർച്ചപ്പനിയും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്.
തീർച്ചയായും വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് ഇത്തരത്തിൽ കോവിഡ് ആശങ്ക നിലനിൽക്കുമ്പോൾ തന്നെയാണ് മറ്റ് സാംക്രമിക രോഗങ്ങൾ ഗുരുതരമായി പടരുന്ന ഒരു സാഹചര്യമുള്ളത്. അതിൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് അതിന്റെ നിർമ്മാർജ്ജനത്തിനും പ്രതിരോധത്തിനുമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രവൃത്തികൾ പുരോഗമിക്കുന്നുണ്ട്. അതിനപ്പുറം ഓരോ പൗരന്മാരായ നമുക്കും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാനുള്ള ഉത്തരവാദിത്തം ഉണ്ട് എന്നതുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും എലിപ്പനിയും ഡെങ്കിപ്പനിയും മസ്തിഷ്ക ജ്വരം അതുപോലെയുള്ള അസുഖങ്ങളൊക്കെ പടർന്നു പിടിക്കുന്ന സാഹചര്യം, അത് ആശങ്കപ്പെടുത്തുന്ന കണക്കുകളാണ് നമുക്ക് മുന്നിലുള്ളത് എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചത്. ഒപ്പം അരുൺ വിശദീകരിച്ചത്. ഇനി മറ്റു വാർത്തകൾ കൂടി നോക്കുകയാണെങ്കിൽ വടക്കു കിഴക്കൻ